കാണല്ലോ അർജന്റീന കാലം കാത്തുവെച്ചതാ കപ്പ് ഞങ്ങൾക്കുള്ളതാ വാമോസ് അർജന്റീന പറയുന്നുണ്ട് മെസ്സി എന്തുകൊണ്ടാ അത് നമ്മളെ 2022 മെസ്സി കപ്പടിച്ച് ഇങ്ങോട്ടാണ് ഫിഫ പോയി എന്ന് പറയുന്നത്. പക്ഷേ 2014-18 മെസ്സിക്ക് ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് ആൾക്കാര് അന്ന് കളിയാക്കായിരുന്നു. ഇപ്പൊ വേൾഡ് കപ്പ് അടിച്ചപ്പോ ഫിഫ പോയി വേൾഡ് കപ്പ് അടിച്ചിട്ടില്ലെങ്കിൽ കളിയാക്കാം. ഇത് പിന്നെ എന്താ ഫാൻസിന്റെ അടുത്ത് പറയാൻ? കുട്ടികൾക്കില്ല വിവരം പോലും ചില ഫാൻസിന് അല്ലെങ്കിൽ ചില ആന്റി അർജന്റീന മറ്റേ ഫാൻസിന് ഇല്ലാതെ ഇത്ര ആ കുട്ടി എത്ര നന്നായിട്ട് അതിനെ കുറിച്ച് പറഞ്ഞത്. 2014-2015 അന്ന് ഫിഫ ഇല്ല, കമ്മിറ്റി ഇല്ല. പക്ഷെ ഫിഫ മറ്റേ മെസ്സിയുടെ കപ്പടിച്ചതിന് ശേഷം സ്ഥിരമായിട്ടുള്ള ഒരു സംഭാഷണമാണിത്. ജർമ്മനി അടിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞു ഫിഫ പോയിന്ന്? ഫ്രാൻസ് പറഞ്ഞില്ലല്ലോ. എന്താ പിന്നെ അർജന്റീന മാത്രം ഇങ്ങനെ? അർജന്റീനക്ക് എന്താ മെസ്സിനെ മാത്രം പറയുന്നതാ? ഒരു കളിയിൽ കംബാക്ക് അടിച്ചാ പറയും അത് റോബറി. മെസ്സിന്റെ കളി ജയിച്ച പറയും പൊട്ട ടീമാണ്. ബാലൻഡിയർ ഉണ്ട്. ആ ചെലോലറി റോബറി. പക്ഷെ മെസ്സി ആ വർഷത്തിൽ മികച്ച കളിയാണ് കളിച്ചത്. മണിക്ക് അലാറം വെച്ച് നീച്ച് 6:30 വന്ന് കളി കാണുന്ന ഓരോ അർജന്റീന ഫാൻസിനും ഒരു വിശ്വാസമുണ്ട്, അർജന്റീന ജയിക്കുന്നില്ല. ആ വിശ്വാസം ഈ കുട്ടികളുടെ മനസ്സിൽ വെറുതെന്നല്ല. പല ആളുകളും പറയും ഫിഫയാണ് കമ്മിറ്റിയാണ്. ഇന്നിപ്പോ എല്ലാരും കളി കണ്ടില്ലേ? ഇന്നും എന്തെങ്കിലും ഇന്നിപ്പോ ഒരു ന്യായം ഉണ്ടാവും, ഒരു റെഡ് കാർഡ് കൊടുത്തു. അത് ചില കളികളെ കുറിച്ച് അറിയാതെ പിന്നെ ചില സംഭവങ്ങൾ ചില ആളുകൾ വിമർശിച്ചുകൊണ്ടേയിരിക്കും. ഒരു കാര്യം ഉറപ്പാണ്, ഒരു സൈഡിൽ മുമ്പത്തെ കളിയിൽ പറഞ്ഞ പോലെ ഒരു സൈഡില് ഫിഫ വേൾഡ് കപ്പിന്റെ ഫൈനലില് അർജന്റീന ഉണ്ടാകും, അതിനൊരു സംശയമല്ല. സ്വിറ്റ്സർലാൻഡ് ഫസ്റ്റ് 90 മിനിറ്റ് വരെ പന്ത് കൈവശം വെക്കുന്ന ഒരു അറ്റാക്കിങ്ങിലും ഒക്കെ അത് ഞങ്ങളെ ആശ ചെറിയ ചന്ദ്രൊക്കെ കണ്ടിട്ടുണ്ടാവും. എതിർ ടീം എങ്ങനെയാണോ ആ ടീമിനനുസരിച്ചുള്ള കളി ശൈലിയാണ് ഓരോ അർജന്റീന ഗെയിമും ഓരോ കളി വീക്ഷിച്ച് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത്രയും സംഭവിച്ചു. അത് സത്യത്തില് ഈ ഒരു സാധാ ഫാൻസിന്റെ ലെവലിലേക്ക് കേരള പോലീസിന്റെ പേജ് കൈകാര്യം ചെയ്യുന്ന ആളുകൾ പോകുക എന്ന് പറഞ്ഞാൽ അതൊരു ശരിയായ നടപടിയല്ല. ഞാൻ ഇന്നലെ അതൊരു സത്യമുള്ള ഓൺ വോയിസ് ഒരു വീഡിയോ ഒക്കെ ചെയ്യണം വിചാരിച്ചതാണ്. അത് തീരെ ശരിയായില്ല എന്നല്ല, അതൊരു അല്പത്തരമായി തന്നെ ഈ അവസരത്തിൽ പറയുന്നത്. ഫിഫ ബോയ് എന്നുള്ള പേരുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരുപാട് വിമർശനങ്ങൾ. ഫിഫ ബോയ് എന്നല്ല, അത് വേൾഡിന് മൊത്തം ആന്റി മെസ്സി എന്നുള്ളൊരു വിങ് ഉണ്ട്. അത് പൊതുവെ ഒരു ഗ്രൂപ്പിന്റെ ഒരു പണിയാണ്. അത് ഓരോ കളി കാണുന്നവർക്കും സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. അത് ആന്റി മെസ്സി ആണ്. അത് ഇബ്രാഹിമോവിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആന്റി അർജന്റീന അല്ല, ആന്റി മെസ്സി. ഈ മെസ്സി വിമർശനങ്ങളൊക്കെ ഫുട്ബോൾ കളി കൊണ്ട് വിമർശനങ്ങളൊക്കെ ഓരോ കളി കഴിയുമ്പോൾ ഇപ്പൊ എന്താ നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ അസിസ്റ്റൊക്കെ നോക്കിയ കളി അത് തന്നെയാണ്. വിമർശനങ്ങളെ പന്ത് കളി കൊണ്ട് നേരിടുക. പണ്ട് സച്ചിൻ പറഞ്ഞ പോലെ തന്നെയാണ് മെസ്സി നേരിടുന്നത്. ഇതുവരെ ഓരോ ഗെയിം ഉണ്ടല്ലോ നമുക്ക് മനസ്സിലാവും. 10 ആള് വെച്ച് കളിച്ചത് ഗുണായി എന്ന് പറഞ്ഞ സ്വാഭാവികമായിട്ടും ഫുട്ബോളാണ്. ഒരാൾ കുറവുണ്ടെന്നുണ്ടെങ്കിൽ അവസരം കൂടി മുതലെടുക്കുന്നത്. ആ അവസരം അർജന്റീന ശരിയായി മുതലെടുത്തു. കാരണം എക്സ്ട്രാ ടൈം 30 മിനിറ്റ് അർജന്റീനയുടെ സർവ്വാധിപത്യം ഗ്രൗണ്ടിൽ കണ്ടു തന്നെയാണ് നമുക്ക് ഓരോ കളി കഴിഞ്ഞപ്പോൾ. ഇംഗ്ലണ്ടിനെതിരെ അടുത്തൊരു കളിയിലേക്ക് ഇംഗ്ലണ്ടിനോടാണ് ഞങ്ങൾക്ക് ഒരു കടം തീർക്കാനുണ്ട്. ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. ഇംഗ്ലണ്ടും ഫ്രാൻസും സ്പെയിനും ഒക്കെ അർജന്റീന ഒരു ടീമായിട്ടേ കാണുള്ളൂ. അതായത് ഫ്രാൻസ് വന്നു, സ്പെയിന് വന്നു, ഇംഗ്ലണ്ട് വന്നിട്ടുള്ള ഓരോ ടീമിനനുസരിച്ചിട്ടുള്ളൊരു കളിശൈലി പുറപ്പെടുവിക്കാനുള്ള നല്ലൊരു കോച്ച് ഇവരെന്തോ പറയാം.